ഞാൻ എൻ്റെ വാപ്പാനെ നന്നായി സ്നേഹിച്ചു. വാപ്പാക്ക് സുഖമില്ലാതായി, ഒരു ഉദാഹരണം പറയാം. എന്നിട്ട് എൻ്റെ വാപ്പാക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞു, വാങ്ങിക്കൊടുത്തില്ല. എൻ്റെ ഉപ്പാക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു, ഒരാളങ്ങനെ പോയില്ല. ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു, എടുത്തു കൊടുത്തില്ല. ഉപ്പ പറഞ്ഞ ഒരു പണിയും കേൾക്കണില്ല. ഇത് വാപ്പ മരിച്ചിട്ട് വാപ്പാന്റെ മരിച്ച ഡേറ്റിൽ ഒരു 100 ആക്ക് ചോറുണ്ടാക്കി കൊടുത്താൽ അത് വാപ്പാനോടുള്ള ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിച്ചവനെ പോലെ. ബാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്തൊന്ന് താങ്ങായി നിൽക്കാൻ, ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മാക്കൊരു തണലായി നിൽക്കാൻ കഴിയാത്തവൻ മരിച്ചു കഴിഞ്ഞിട്ട് ആ ഉമ്മ മരിച്ച ദിവസം നോക്കി ആയിരക്കണക്കിന് ആളുകൾക്ക് ചോറ് വിളമ്പിയാൽ ഉമ്മയോടുള്ള ഇഷ്ടമായി മാറുമെന്ന് വിചാരിക്കുന്നവനെ പോലെ. അരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെയ്യരുത് കേട്ടോ, അത് നമ്മൾ ചെയ്യാ. പോവരുത്, പോയി. കാണരുത്, കണ്ടു. കേൾക്കരുത്, കേട്ടു. സാക്ഷി നിൽക്കരുത്, സാക്ഷി നിന്നു. കൂട്ടു നിൽക്കരുത്, കൂട്ടു നിന്നു. എന്നിട്ട് നമ്മൾ ജനിച്ച ദിവസവും ഡേറ്റ് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ ഇഷ്ടമാകുമെന്ന് ധരിക്കുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് ദീന് പഠിക്കണം. അള്ളാഹു പഠിക്കാനുള്ള സൗഭാഗ്യവും സന്മനസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.